ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബൈനറി അഡിഷനാണ്. എന്താണ് ബൈനറി അഡിഷനാണ്? വളരെ എളുപ്പമാണ്. ബൈനറി അഡിഷൻ, ബൈനറി അരിത്തമെറ്റിക്കിൽ ബൈനറി അഡിഷനും ഉണ്ട്, ബൈനറി സബ്സ്ട്രാക്ഷനും. അതിൽ ഫസ്റ്റ് വൺ ബൈനറി അഡിഷൻ. നോക്കിക്കേ, ബൈനറി അഡിഷനിൽ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെല്ലാം പഠിച്ചു. സീറോയും സീറോയും ആഡ് ചെയ്യുവാണെങ്കിൽ സീറോയുടെയും വണ്ണിൻ്റെയും കോമ്പിനേഷൻ മാത്രമേ ഇതിലുണ്ടാവുമല്ലോ, ആ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സീറോയും സീറോയും ആഡ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമുക്ക് സമ്മ് കിട്ടുക സീറോ ആയിരിക്കും. ക്യാരി ഉണ്ടാവില്ല, ക്യാരി സീറോ ആയിരിക്കും, ഉണ്ടാവില്ല, ആൾ ഉണ്ടാവുകയില്ല. ഓക്കെ, നെക്സ്റ്റ് ഇത് എഴുതണമെന്നുമില്ല കേട്ടോ, ആൾ വേണ്ടാന്ന് വിചാരിക്കുക. നെക്സ്റ്റ് സീറോയും വണ്ണും സമ്മ് ചെയ്യുന്ന കേസുണ്ടാവും, വണ്ണും സീറോയും സമ്മ് ചെയ്യുന്ന കേസുണ്ടാവും, വണ്ണും വണ്ണും സമ്മ് ചെയ്യുന്ന കേസുണ്ടാവും. ഇനി സീറോയും വണ്ണും സമ്മ് ചെയ്യുന്ന കേസിൽ നമുക്ക് ആൻസർ കിട്ടുക എന്തായിരിക്കും? 1 ആയിരിക്കും, ക്യാരി ഇല്ല. ഓക്കെ, ഇനി വണ്ണും സീറോയും സമ്മ് ചെയ്യുന്ന കേസിൽ ആൻസർ 1 ആയിരിക്കും, ക്യാരി ഇല്ല. ഓക്കെ, ഇല്ല കേട്ടോ, ക്യാരി ഇല്ല, ക്യാരി സീറോ ആണ്. നിങ്ങൾ കൺഫ്യൂഷൻ സീറോ ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ക്യാരി ഞാൻ ഇടാതിരിക്കുന്നത്. ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. വണ്ണും വണ്ണും സമ്മ് ചെയ്യുമ്പം സമ്മ് സീറോ ആയിരിക്കും വരിക. ഇവരെയൊക്കെ സമ്മ് ചെയ്യാം കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവരെയൊക്കെ സമ്മ് ചെയ്യുക ചെയ്യുന്നത്. വണ്ണും വണ്ണും സമ്മ് ചെയ്യുന്ന സമയത്ത് സമ്മ് സീറോ ആയിരിക്കും, ക്യാരി 1 ആയിരിക്കും. അപ്പം ഈ ഒരു ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സീറോ സീറോ ആഡ് ചെയ്താൽ സീറോ അല്ലേ, സീറോ വണ്ണും ആഡ് ചെയ്താൽ 1 അല്ലേ, വണ്ണും സീറോയും ആഡ് ചെയ്താൽ 1 അല്ലേ. അപ്പം ഇവിടെ മാത്രമേ ഒരു ട്വിസ്റ്റ് വന്നിട്ടുള്ളൂ. സമ്മ് സീറോ ആയിരിക്കും, ക്യാരി 1 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1 0 1 1 1 0 1 1 0 0 1. ഓക്കെ, 0 1. നോക്കിക്കേ, വണ്ണും വണ്ണും സമ്മ് ചെയ്യുന്നു. എന്താണ്? വണ്ണും വണ്ണും സമ്മ് ചെയ്താൽ സീറോ ആയിരിക്കും ആൻസർ. ക്യാരി എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളുടെ തലക്ക് മുകളിൽ കൊണ്ടെഴുതൂല്ലേ, അഥവാ അയാൾക്ക് കൊടുക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷൻ ആൾക്ക് നമുക്ക് കൊടുക്കുന്നത്, പൊസിഷനിലുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ണും വണ്ണും ഈ വണ്ണും ഇയാളെയും ഇയാളെയും ആദ്യം ആഡ് ചെയ്യണം. വണ്ണും വണ്ണും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ക്യാരി വരും. ക്യാരി ലെഫ്റ്റ് സൈഡിലോട്ടേ പോവാവുള്ളൂ കേട്ടോ, ഇങ്ങോട്ട് ക്യാരി ഒരിക്കലും കൊടുക്കില്ല. ക്യാരി എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ടേ പോവുള്ളൂ. ക്യാരി 1 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്ത ആൻസർ എത്രയാണ്? 0. 0 ഇവിടെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ സീറോയും ഈ സീറോയും ആഡ് ചെയ്യുന്നു. എന്താ ആൻസർ? 0 ആണ്. പിന്നെ ഈ വണ്ണും ഈ സീറോയും ആഡ് ചെയ്താൽ എന്താണ്? 1. 1 ഇവിടെ ഉണ്ട്. ഈ വണ്ണും സീറോയും വീണ്ടും 1. ഈ വണ്ണും വണ്ണും ക്യാരി ഉണ്ട്. വണ്ണും വണ്ണും 0 ആണ് ആൻസർ. ക്യാരിക്ക് ആഡ് ചെയ്യാനൊന്നുമില്ല. സോ 1 ഇവിടെ എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. കൺഫ്യൂഷനായോ? ഒരു എക്സാമ്പിൾ എഴുതാം. 1 0 1 1 1 എഴുതിക്കേ. വണ്ണും വണ്ണും ആഡ് ചെയ്യുമ്പം 0 ആയിരിക്കും, ക്യാരി 1 ആയിരിക്കും. ക്യാരി 1. ഈ വണ്ണും സീറോയും ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ എന്താ വരിക? ഈ വണ്ണും സീറോയും ആദ്യം ആഡ് ചെയ്യുക, അതിൻ്റെ സമ്മിലോട്ട് ഇയാളെ ആഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുക. ഈ വണ്ണും ഈ സീറോ എത്രയാണ്? 1. പിന്നെ ഈ വണ്ണും ഈ സീറോയും 0, ക്യാരി 1 അല്ലേ. ഈ കുഞ്ഞു വണ്ണും ഇയാളെയും ആഡ് ചെയ്തപ്പോൾ എന്താണ്? ക്യാരി 1 കിട്ടി, ആൻസർ 0 കിട്ടി. ദെൻ ഈ ക്യാരി 1ഉം ആഡ് ചെയ്തപ്പം ഈ വണ്ണും ആഡ് ചെയ്തപ്പം ക്യാരി 1 ഇങ്ങോട്ട് പോയി, 0 ആൻസർ കിട്ടി. ദെൻ ഈ ക്യാരി 1 ഇവിടെ എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 1 0 1 1 0 1 എളുപ്പമാണ്. വണ്ണും വണ്ണും ആഡ് ചെയ്തപ്പം 0, ക്യാരി 1. ഈ വണ്ണും ഈ സീറോയും ആഡ് ചെയ്തപ്പം ആൻസർ 1 അല്ലേ. ദെൻ നെക്സ്റ്റ് ഈ വണ്ണും ഈ സീറോയും ആഡ് ചെയ്തപ്പം 1. നെക്സ്റ്റ് ഈ വണ്ണും ആഡ് ചെയ്തപ്പം ക്യാരി 1, ആൻസർ 0, ക്യാരി താഴോട്ട് എഴുതുന്നു. അതിനെക്കുറിച്ച് ആഡ് ചെയ്യാനൊന്നും വേറെ ഇല്ല. അപ്പോൾ ഇതാണ് ആൻസർ. എളുപ്പമാണ്.